എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു സൂപ്പർ വെണ്ടയ്ക്ക സാമ്പാർ വെക്കാൻ പോകുന്നത്. വെണ്ടയ്ക്ക സാമ്പാർ വെക്കുന്നതിനായിട്ട് നമ്മുടെ പരിപ്പ് ഉണ്ട്, അതായത് നല്ല ഈ നിരന്ന പരിപ്പ്, ഓക്കെ, അതാ എടുത്തേക്കുന്നത്. അപ്പം അതിന് വേവ് അധികം ഇല്ലാത്തതാണെന്നറിയാമല്ലോ, എങ്കിലും ഞാൻ അതിനെ കുക്കറിനകത്താണ് വയ്ക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ആവൂല. അപ്പം അതും ഒരു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 5-6 ഇതിനകത്തെ വാങ്ങിച്ചോണ്ട് വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും ഇട്ടില്ല. അപ്പോഴേ ഞാൻ ആദ്യം അതങ്ങ് കഴുകി അടുപ്പിലോട്ടാക്കാം. കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ഞാനത് അടുപ്പിലോട്ടങ്ങ് വെക്കുക. ഈ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കൊച്ചുള്ളി ഇതിനകത്തോട്ട് തെളിച്ചിടാം. കൊച്ചുള്ളിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടോ കേട്ടോ. അറിയാമല്ല ഈ സാധനം നമുക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാക്കുന്നതാണെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമുക്കേ കൊച്ചുള്ളി 5-6 ഇട്ട് കൊടുക്കണം. 5-6 വെളുത്തുള്ളി ഇട്ടു. പിച്ചാത്തി എനിക്ക് എപ്പോഴും കേട്ടോ നല്ല സൂപ്പറായിരിക്കണം, എങ്കിലേ എനിക്കിഷ്ടമുള്ളൂ. എപ്പോഴും ഞാൻ രാത്രി ഇത് തേച്ച് വെച്ച്, കാരണം പിള്ളേർക്ക് ചിക്കൻ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ചിക്കൻ ഉണ്ടാക്കി, പിന്നെ നമ്മുടെ KFCയുടെ കൂടെ കിട്ടത്തില്ലേ ചിക്കൻ്റെ സ്ട്രിപ്സ്, അതും ഉണ്ടാക്കി. അപ്പം അതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർ ഇന്നലെ ആക്കി വെച്ചതാണ് ഞാൻ. ഇത് ആദ്യത്തെ കുറേ ദിവസം ഇത് നല്ലതായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. അതായത് നല്ല മൂർച്ച വീഴുമായിരുന്നു. ഇത് മേടിച്ച് ആമസോണിൽ നിന്ന് കണ്ട മേടിച്ചായിരുന്നു. പിന്നെ അത്ര സുഖമല്ല. നമുക്ക് എനിക്ക് മൂർച്ചയില്ലെങ്കിലേ അസ്വസ്ഥതയാണ്. നമുക്ക് അത് ഒന്നും കറി വെട്ടാൻ തോന്നത്തില്ല. എപ്പോഴും ഇതുപോലെ. ഇന്നിപ്പോ ഞാൻ വീഡിയോ ഇടുവേ, അപ്പം നിങ്ങൾ നോക്കണം എൻ്റെ വീഡിയോയുടെ ക്യാമറയുടെ ക്ലാരിറ്റി. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് നമുക്കൊരടിയായിപ്പോയി. അതുപോലെ തന്നെ എനിക്ക് ഒറ്റ കോണ്ടാക്ട്സും എനിക്ക് കിട്ടിയിട്ടില്ല ഫോണിൽ നിന്ന്. ഒരു കോണ്ടാക്ട്സും എനിക്ക് കിട്ടിയില്ല. കടക്കാർക്ക് ഫോൺ അറ്റ്ലീസ്റ്റ് ഓൺ ആയെങ്കിലല്ലേ നമുക്കായാലും കോണ്ടാക്ട്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഓണാവണ്ടേ? ഓണാവുന്നില്ല. ഓണാവണമെങ്കിൽ ഞാൻ കാശ് മുടക്കേണ്ടി വരും. അതുകൊണ്ട് പതുക്കെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിക്കാം. പക്ഷെ ഒരുപാട് കോണ്ടാക്ട്സ് ഇല്ലേ, എന്ത് ചെയ്യും ഞാൻ? എൻ്റെ കോണ്ടാക്ട്സ് എല്ലാം നഷ്ടമായി. വെളിസ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ കോണ്ടാക്ട്സ് നഷ്ടപ്പെട്ടതിൽ എനിക്ക് ഷൈനി ഈ വീഡിയോ കാണുവാണെങ്കിൽ ഷൈനി, രേണുക, അവരൊക്കെ ദീപക്ജി കാണാൻ സാധ്യതയില്ല. ദീപക്ജി മലയാളി അല്ലാത്തത് കൊണ്ട് എൻ്റെ ഷോർട്സേ കാണത്തുള്ളൂ ദീപക്ജി. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ അവരവരുടെ മൊബൈൽ നമ്പേഴ്സ് എനിക്ക് ഷെയർ ചെയ്ത് തരിക പ്ലീസ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് മൊബൈൽ നമ്പർ നിങ്ങളുടെ ഷെയർ ചെയ്യുക. ഒരു നമ്പർ പോലും ഇല്ല.
എൻ്റെ കയ്യിൽ. എൻ്റെ ഫോൺ പോയത് കൊണ്ടാണ്. വീഡിയോ കാണുന്നവരുണ്ടാവുമല്ലോ, അപ്പം നമുക്ക് അടുപ്പമുള്ളവർ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പം അവർ ദയവ് ചെയ്ത് അവരുടെ മൊബൈൽ നമ്പേഴ്സ് ഷെയർ ചെയ്യായിരിക്കും കേട്ടോ. ഇതിപ്പോൾ സൂപ്പർ സാമ്പാറായിരിക്കും. അതുപോലെ തന്നെ അധികം സമയവും എടുക്കത്തില്ല ഈ സാമ്പാർ വെക്കുന്നതിന്. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ഗുണവും ഉണ്ടല്ലോ, കാരണം വെണ്ടയ്ക്ക ഷുഗറുകാർക്ക് ഏറ്റവും പറ്റിയൊരു സാധനമാണ് വെണ്ടയ്ക്ക. അപ്പം ഞാൻ ദാണ്ടെ കഴുകി ആ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിനകത്ത് ഇട്ട് കൊടുക്കും. അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വേവിക്കാം. 2 വിസിൽ കേട്ടാൽ മതി കേട്ടോ. 2 വിസിൽ, 1 വിസിലായാലും മതി. പക്ഷെ 2 എനിക്ക് ഇപ്പം എടുക്കണം. ഇപ്പം എടുക്കേണ്ടത് കൊണ്ടേ പെട്ടെന്നാവണം. അപ്പം വെണ്ടയ്ക്ക ഞാൻ വേണം. വെണ്ടയ്ക്കയും കൂടെ തക്കാളിയും ഇടും കേട്ടോ, മറക്കരുത്. എൻ്റെ കുറ്റിയിൽ പൊട്ടില്ല. അപ്പം ഇത് ഞാനൊന്ന് നല്ല വെണ്ടയ്ക്ക ഇന്നലെ കിട്ടിയ കൂടിട്ട് കഴിക്കും കേട്ടോ. സാമ്പാറിന് അരിയുന്നത് അറിയാമല്ലോ, അതാ ഈ പരുവത്തിൽ. നിങ്ങളും അതേ കണക്ക് ഈ സാമ്പാർ വെച്ച അടിപൊളി ടേസ്റ്റ്. ഉള്ളിയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം നിങ്ങൾക്ക് കേട്ടോ, വേണമെങ്കിൽ. ഇല്ലെങ്കിൽ ഇത്രയും. പിന്നെ ബാക്കി മസാല ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. എന്ത് വേറൊന്നുമല്ല, മല്ലി, മുളക്, പിന്നെ മഞ്ഞപ്പൊടി. ഇന്ന് ഞാനിത് പക്ഷേ സാധാരണ ഞാൻ വെക്കുന്നത് എനിക്ക് ഇഷ്ടവും മറ്റേ പൊടികളൊക്കെ ചേർക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് സാമ്പാറിൻ്റെ പൊടി ചേർക്കാം. ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക അതിട്ട് വെച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് എളുപ്പമാവും. 10 മിനിറ്റ് ഇതൊന്ന് വെന്താൽ മതി. 10-15 മിനിറ്റിനുള്ളിൽ സാമ്പാർ റെഡിയാവും. ഇത്രയും വലുതായിട്ട് അത് പിഞ്ചാ. ഇത്രയും നല്ല വെണ്ടയ്ക്കായിരുന്നാലേ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പം ഇത്രയും ഇങ്ങനെ അരിഞ്ഞത് ഞാൻ അത് വേകുമ്പോഴത്തേനും നമുക്ക് അടുത്ത ചെയ്യണം കേട്ടോ. കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പം ഞാനിത് അരിഞ്ഞ് ഒരെണ്ണം കൂടെ ഉള്ളു അരിഞ്ഞ് വെച്ചു. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ എല്ലാം ഇന്നലെ എണ്ണ സാധനം ആയതുകൊണ്ട് ഗ്യാസിൻ്റെ പുറം മൊത്തം എണ്ണയായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ തുണിയും കഴുകി കേട്ടോ, തുണിയും കഴുകി ഇവിടെയൊക്കെ നമ്മുടെ ഗ്യാസിൻ്റെ ഈ കൗണ്ടർ ടോപ്പൊക്കെ നല്ലതായിട്ട് കഴുകിയ. ഞാനൊരു നല്ല നാടൻ തക്കാളിയാണ്, ഒരു 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കണ്ടോ, 3 അതെടുത്തിട്ടുണ്ട്. 2 വിസിൽ കെട്ടി ഞാൻ മാറ്റി വെച്ച്. ഇനി ഞാൻ ഇത് വെക്കുന്നത് നമ്മുടെ പാനാണ്. ഇത് ഈ പാനിലെ വെള്ളമെല്ലാം പറ്റുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ട് രീതിയിൽ വഴറ്റണം. അല്ലെങ്കിൽ സാമ്പാറിനകത്ത് ഇങ്ങനെ നൂല് വലിയുന്ന കണക്കെ പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും. എപ്പോഴും നിങ്ങൾ സാമ്പാർ വെക്കുമ്പോൾ വെണ്ടയ്ക്ക ഇതുപോലെ വഴറ്റിയിടാവുള്ളൂ. വഴറ്റിയിട്ടാൽ ഇങ്ങനെ നൂല് വലിയുന്ന കണക്ക് ഇങ്ങനെ സാമ്പാർ ആവത്തില്ല. പിന്നെ പെട്ടെന്ന് ചീത്തയാക്കൊന്നുമില്ല. അപ്പം നമ്മുടെ ഇത് ആയിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. എണ്ണ തിളക്കി
കടുക് ഒഴിച്ചു കൊടുക്കുക. ഉടനെ തന്നെ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇപ്പം കഴിയും സാമ്പാർ. അത്ര എളുപ്പമായി ഈസി സാമ്പാറായത്. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയിട്ട് ഉപ്പും കൂടെ ഇടണം അതിനകത്ത്. കാരണം എന്താണെന്നറിയോ, വെണ്ടയ്ക്കകത്ത് ഉപ്പ് പിടിക്കാൻ അല്പം പാടാണ്. അപ്പോൾ ഉടനെ നമുക്ക് ഇച്ചിരി ഇതിന് മാത്രം വേണ്ടുന്ന, കാരണം സാമ്പാർ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് നമ്മൾ ഉപ്പിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. തീ അല്പം കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ ഉള്ളി സാമ്പാർ ചാനലിലിട്ടിട്ടുണ്ട്. അടിപൊളിയാണ്, നിങ്ങൾ കയറി കാണുന്നത് കേട്ടോ. വേണമെങ്കിൽ ഞാൻ പിൻ ചെയ്തേക്കാം. സൂപ്പറാണത് ആ സാമ്പാർ. അതുപോലെ ഈ രീതിയിൽ വെച്ചാൽ ഈ വെണ്ടയ്ക്ക സാമ്പാറും അടിപൊളി. അതുപോലെ തന്നെ നമ്മുടെ പടവലം വെച്ചും നമുക്ക് അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. സൂപ്പർ. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കൃഷി ഇതേപോലെ പടവലം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ പിടിക്കുമായിരുന്നു. അത് നല്ല കിളുന്ന് ആവുന്ന സമയത്ത് നമ്മൾ അങ്ങ് സാമ്പാർ വെക്കും. അത് മാത്രമാണ് വെക്കുന്നത് സാമ്പാർ വെക്കാൻ. സൂപ്പറാണ്, സൂപ്പർ. സാമ്പാർ പൗഡറില്ലേ, അത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും പറ്റും. അതുപോലെ രസം വയ്ക്കാനും നമ്മൾ സാമ്പാർ പൊടി ഇടുകയാണെങ്കിൽ ഏത് കമ്പനിയുടെ പൊടിയും രസത്തിന് അത് സൂപ്പറാണ്. ഇത് പെട്ടെന്നല്ലേ ആവുന്നത്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. അത് ഏത് കമ്പനിയുടെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് കമ്പനിയാണെങ്കിലും സാമ്പാറിൻ്റെ പൊടി എല്ലാ കമ്പനിയുടേതും നല്ലതാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ രസത്തിൻ്റെയും എല്ലാം. ഇതിപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ഇതിനകത്തിട്ട് കൊടുക്കും ഞാനിത് കേട്ടോ. ഇനി മതി. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മുടെ തക്കാളി ഇല്ലേ, തക്കാളി ഇതിനകത്തോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും. കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കേ. വളരെ ചെറുതായിട്ട്. ഇപ്പം ഞാൻ മൂർച്ചയിട്ട പിച്ചാത്തിയ അത് ഗുണവേ ഇല്ല സത്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതും കൂടെ കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുക്കും. ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് ആയിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, നല്ല നാടൻ തക്കാളി ചെയ്ത് കേട്ടോ. ഈ ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന സാധനം ഇല്ലേ, അതിനാ ഒരു ഇച്ചിരി കൂടെ ഒന്നായിട്ട് അതിനകത്തോട്ടിട്ട് തട്ടിയിട്ട് അതിന് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയോ, ഇതിനകത്ത് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കണം. ഈ വഴറ്റുന്ന ഇതില്ല അതിനകത്തോട്ട് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കണം. അപ്പം ഞാൻ ഈ ഗ്യാസും കൂടെ ഒന്ന് ഓണാക്കാം. ഓണാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ടെടുത്ത് തട്ടാം. കറക്റ്റ് പരുവായി. ഇപ്പം വെള്ളം എനിക്ക് ഇച്ചിരി കുറവാണ്. നമുക്ക് ഇച്ചിരി വെള്ളം വെച്ച് ഇതിനകത്ത് വെച്ചിട്ട് വേണം തിളപ്പിക്കേണ്ടുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ടാകുമ്പോൾ വലിയ അടുപ്പം അതിനകത്തോട്ട് വെച്ച് തിളപ്പിക്കണം. ഇൻ ബിറ്റ്വീൻ നമ്മൾ ദോശക്കറി എടുത്ത് നമുക്ക് വെക്കാം. ദോശയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതല്ല, എനിക്കറിയാം.
എങ്കിലും നല്ല കിടുക്കാച്ചി സാമ്പാർ. അത് കിടുക്കാച്ചി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. കറക്റ്റ്. ഈ സാമ്പാറിൻ്റെ ഇതിട്ടാലും ഞാൻ ഈ സ്വല്പം കായപ്പൊടി ഇടും കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്തോന്നറിയാം, മല്ലിപ്പൊടി അല്ല മല്ലി ഇല. അപ്പം ഇതിന് വെള്ളം കുറവാന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഒഴിക്കണം. ആ സമയത്തിന് നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരല്പം താളിച്ചും കൂടെ ഒഴിക്കാം കേട്ടോ. ആ താളിച്ചും കൂടെ ഒഴിക്കുമ്പോൾ ഫിനിഷായി നമ്മുടെ സാമ്പാർ. യഥാർത്ഥത്തിൽ താളിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതെല്ലാം വഴറ്റിയാണ് എടുത്തത്. എങ്കിലും ഒരു ലേശത്തിന് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. വെള്ളം ചൂടായിട്ടുണ്ട്, നമുക്കത് അതിനകത്തൊക്കെ ഇട്ടൊഴിക്കാം. നോക്കട്ടെ. ഇങ്ങനെ വെണ്ടയ്ക്ക ഇങ്ങനെ പച്ചക്കങ്ങ് ഇടരുത് സാമ്പാറിനകത്ത് കേട്ടോ. ഇതുപോലെ വഴറ്റി മാത്രം സാമ്പാറിൽ നിങ്ങൾ ചേർത്ത് നോക്കേ, നിങ്ങൾക്കത് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ ഇനി ഇച്ചിരി അതിനകത്തോട്ട് നമ്മുടെ കടുക് വറുക്കാനായിട്ട് കുറച്ച് വെക്കാം. ഇതിൽ തന്നെ വെക്കാം. നല്ല മണം വരുന്നത് സാമ്പാറിൻ്റെ. മല്ലിയിലയും കൂടെ ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ വേറൊരു ലെവലായിരിക്കും. ഇനി ഒന്നും ചേർക്കണ്ട, ഒറ്റ എണ്ണത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്നതൊക്കെ എനിക്കൊന്ന് ഇന്നത്തെ പണി എവിടെയൊക്കെ എല്ലാത്തിനകത്തും ഇരിക്കുന്ന എല്ലായിടത്ത് ക്ലീൻ ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ ഇട്ട് വെക്കണം. കഴുകി ഉണക്കണം പാത്രം. ഞാനപ്പം മല്ലിയില ഇട്ടു. ഇപ്പം തന്നെ നമുക്ക് കഴിക്കാം. പക്ഷേ ഞാനൊരല്പം താളിപ്പൂടെ താളിക്കാം. വേറൊന്നും വേണ്ട, ഒരു സ്വല്പം എണ്ണയിലൊന്ന് താളിച്ചൊന്ന് കഴിച്ചാൽ സാമ്പാർ റെഡിയായി. മല്ലിയിലയും നമ്മൾ ഇട്ടില്ലേ, പിന്നെ വേറൊന്നും വേണ്ട ഇതിനകത്ത്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. വേറൊന്നും വേണ്ട. ഈ ഒരു ഉള്ളി ഒരേ ഒരു ഉള്ളിയുടെ ആക്കുന്നോളൂ. നല്ല രണ്ടെണ്ണം ഇതിൻ്റെ കൂടെ ചേർന്നിരിപ്പുണ്ട്. ചെറുതാക്കാം. ദോശമാവ് റെഡിയാണ്. ഞാൻ ഇതിനകത്താണ് ദോശമാവ് ഇട്ട് വെക്കുന്നത്. നല്ല ഇപ്പം കടുക് ഇടാം നമുക്ക്. ഇല്ല ഇതില്ല. ഇതൊന്ന് കാണിച്ചു തരാം അവസാനം നിങ്ങൾക്ക് ഇതെങ്ങനെ ഇരിക്കുന്നെന്ന്. ഇനി നമുക്ക് കടുക് അരിഞ്ഞിട്ട് ഇത് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടത് പരുവായിരിക്കുക, നല്ല പരുവായിരിക്കുക. ഇത് മാത്രമേ ഉള്ളൂ ചെയ്യുക. ഇതങ്ങോട്ട് കൂട്ടത്തിൽ ഒരേ ഒരു നമ്മുടെ മുളക് കേട്ടോ, ഒരു മുളകും കൂടെ ചേർത്തേക്കാം. ആ താളിപ്പിനൊരു ഭംഗി വരും. ദോശയും ഇപ്പറേക്ക് 2 ദോശ വീതമാണ് നമ്മൾ കഴിക്കുന്നത്. സൂപ്പർ സാമ്പാർ, സൂപ്പർ. നിങ്ങൾ ഇതേ കണക്ക് വെണ്ടയ്ക്ക സാമ്പാറൊന്നും ഉണ്ടാക്കി വെക്കും. ഒരു ഐറ്റവും ഇല്ലല്ലോ ഇതിനകത്ത്, വെറും വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ്. അതുപോലെ ഉള്ളി സാമ്പാർ ഞാൻ വെച്ചപ്പോഴും ഉള്ളി മാത്രം ഇട്ടാണ് വെച്ചത്. നിങ്ങൾ അതേ കണക്കൊന്ന്
നോക്കുക. ഞാൻ തിരിച്ചിട്ട് കൊടുക്കും. ദോശ ഇതിൻ്റെതും ഒഴിച്ച് ഇത് സാമ്പാർ റെഡിയായി കേട്ടോ. മാറ്റിയേക്കാം. നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ സാമ്പാർ കണ്ടോ? ആ കാണാൻ തന്നെ എന്തൊരു ലുക്കാണെന്നൊക്കെ. അപ്പോൾ നിങ്ങളിതേ കണക്ക് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.